ഇലോൺ മസ്ക് ഒരു സാധാരണക്കാരിൽ നിന്ന് ലോകം കണ്ട സംരംഭകൻ. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഒരു സാധാരണ കുട്ടിയായിരുന്നു ഇലോൺ മസ്ക്. ഇന്ന് ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ടെസ്ല, സ്പേസ് എക്സ് പോലുള്ള കമ്പനികളുടെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ അത് നേടാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ചെറുപ്പം മുതൽ വലിയ സ്വപ്നങ്ങൾ. ചെറുപ്പത്തിൽ ഇലോൺ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. കമ്പ്യൂട്ടറുകളിലും സാങ്കേതിക വിദ്യയിലും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. 12-ാം വയസ്സിൽ സ്വന്തമായി ഒരു വീഡിയോ ഗെയിം ഉണ്ടാക്കി വിറ്റത് അതിൻ്റെ തുടക്കമായിരുന്നു. സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാനഡയിലും അമേരിക്കയിലുമായിരുന്നു ഇലോണിൻ്റെ പഠനം. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി പഠനം പാതി വഴിയിൽ നിർത്തി അദ്ദേഹം SIP2 എന്നൊരു കമ്പനി തുടങ്ങി. പിന്നീട് ഓൺലൈൻ പണം കൈകാര്യം ചെയ്യുന്ന പേപാൽ എന്നൊരു കമ്പനി തുടങ്ങി വലിയ വിജയം നേടി. ഈ കമ്പനികൾ വിറ്റുകിട്ടിയ പണം അദ്ദേഹം വെറുതെ ചിലവഴിച്ചില്ല, മറിച്ച് തൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ലോകം മാറ്റിയ കമ്പനികൾ. സ്പേസ് എക്സ് മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കുക എന്ന വലിയ സ്വപ്നവുമായി ഇലോൺ തുടങ്ങിയ കമ്പനിയാണിത്. റോക്കറ്റുകൾ ഉണ്ടാക്കാനും അത് വീണ്ടും ഉപയോഗിക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് അദ്ദേഹം ബഹിരാകാശ യാത്രയുടെ ചെലവ് ഒരുപാട് കുറച്ചു. ടെസ്ല പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉപയോഗം കുറച്ച് പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാനാണ് ടെസ്ല തുടങ്ങിയത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ടെസ്ല. ഇതുകൂടാതെ ഓപ്പൺ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ന്യൂറോലിങ്ക്, തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ദി ബോറിംഗ് കമ്പനി, ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കങ്ങൾ, അടുത്തിടെ ഏറ്റെടുത്ത എക്സ്, മുമ്പ് ട്വിറ്റർ തുടങ്ങിയ പല കമ്പനികളും അദ്ദേഹത്തിനുണ്ട്. ഇലോൺ മസ്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ചില പ്രധാന സന്ദേശങ്ങൾ ഇതാണ്. വലിയ സ്വപ്നങ്ങൾ കാണുക, ഡ്രീം ബിഗ്. ലോകം എങ്ങനെ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾക്കും കഴിയും എന്ന് വിശ്വസിക്കുക. ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക, ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. ഇലോൺ മസ്കിന് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോക്കറ്റുകൾ പൊട്ടിത്തെറിച്ചു, കമ്പനികൾ നഷ്ടത്തിലായി. പക്ഷേ അദ്ദേഹം ഒരിക്കലും പിന്മാറിയില്ല. ഓരോ പരാജയത്തിൽ നിന്നും എന്ത് പഠിക്കാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി. കഠിനാധ്വാനം ചെയ്യുക, വർക്ക് ഹാർഡ്. ഇലോൺ മസ്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളാണ്. തൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ അദ്ദേഹം ഒരുപാട് സമയം ജോലി ചെയ്യുന്നു. ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവ നേടാൻ അസാമാന്യമായ കഠിനാധ്വാനം ആവശ്യമാണ്. പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, ഇന്നോവേറ്റ്. നിലവിലുള്ള കാര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നു. പുതിയ വഴികൾ തേടുകയും അപകട സാധ്യതകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക, പെർസീവിയർ. പ്രതിസന്ധികളിലും വിമർശനങ്ങളിലും ഉണ്ടാകുമ്പോൾ തൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് മസ്ക് വ്യതിചലിക്കാറില്ല. എന്തു വില കൊടുത്തും ലക്ഷ്യം നേടാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഇലോൺ മസ്കിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസമുണ്ടെങ്കിൽ ഏതു വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കഠിനാധ്വാനവും ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ആർക്കും എന്തും നേടാമെന്നതിൻ്റെ തെളിവാണ്.